ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലർക്കും ഇഷ്ടമുള്ളൊരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതെ, മിക്സ്ചർ. കുറച്ച് ആഡംബരത്തിൽ അങ്ങനെയൊക്കെ പറയാമെങ്കിലും നമ്മുടെ മിക്സ്ചർ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കടലമാവ് വേണം. അപ്പോൾ ഇവിടെ 2 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു 1/2 കിലോ മിക്സ്ചർ ഉണ്ടാക്കുന്നതിനുള്ള അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്കൊരു 1/2 കപ്പിനടുത്തോളം നമുക്ക് അരിപ്പൊടി വേണം. നമ്മുടെ ഈ പത്തിരിപ്പൊടി, ഇടിയപ്പപ്പൊടി, അത് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ചിലരുടെ എടുക്കുന്ന മാവിലൊക്കെയുള്ള വ്യത്യാസം കൊണ്ട് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. എനിക്കിവിടെ ഒരു 3/4 കപ്പോളം വെള്ളമാണ് ആവശ്യമുള്ളത്. നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം തന്നെയാണ് എടുക്കുന്നത്. ഇനി കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി നമുക്ക് ഒരു അല്പം വെളിച്ചെണ്ണ കൂടി തൂവി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് നല്ല സോഫ്റ്റായി കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഉരുളി എടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല നാടൻ രുചിക്ക് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. ആദ്യം നമുക്ക് കുറച്ച് കറിവേപ്പില വറുത്ത് മാറ്റാം. അത് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് സേവ തയ്യാറാക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് സേവാനഴിയിലെ ചില്ല്, ഇത് ഏറ്റവും വലിയ ചില്ല്, ഇത് ഏറ്റവും ചെറിയ ചില്ല്, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഒരു മീഡിയം ഹോളുള്ള ചില്ലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇടിയപ്പത്തിനൊക്കെ പിഴിയും പോലെ കുറച്ച് മാവ് സേവാനഴിയിലേക്കാക്കി എണ്ണയിലേക്ക് ചുറ്റിച്ചു കൊടുക്കുക. തീ ഹൈ ഫ്ലെയിമിലാകാതെ സൂക്ഷിക്കണം. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സൈഡൊന്ന് മുരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും പാകമായ ശേഷം നമുക്കിത് കോരി മാറ്റാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ അല്പം മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി മുഴുവനും ഇതുപോലെ സേവ തയ്യാറാക്കി എടുക്കാം. അത് നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അതിൽ നിന്നും ബാക്കി എടുത്ത് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ സെപ്പറേറ്റ് മാവ് മിക്സ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറച്ച് മാറ്റി വെച്ച് അതിലേക്ക് വെള്ളം ചേർത്താണ് ബൂന്തി ഉണ്ടാക്കാൻ പോകുന്നത്. ബൂന്തി തയ്യാറാക്കാനായിട്ട് ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള മാവ് ചെറിയ കണ്ണറകളുള്ള ഏതെങ്കിലും പാത്രത്തിലൂടെ നമുക്കത് ചുറ്റിച്ചു കൊടുക്കാം. കണ്ണാപ്പ ഉണ്ടെങ്കിൽ കണ്ണാപ്പയിലൂടെ ചുറ്റിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ സേവാനാഴിയിൽ കൂടെ തന്നെ കുറച്ച് ഒഴിച്ചിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബൂന്തി പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. കരിഞ്ഞു പോവാതെ അത് കോരി മാറ്റാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മിക്സ്ചറിലെ പ്രധാന താരമായ കപ്പലണ്ടി വറുത്തെടുക്കണം. കപ്പലണ്ടി, കടല എന്നൊക്കെ പറയും. മിക്സ്ചറിൽ കപ്പലണ്ടി മാത്രം പറക്കി കഴിക്കുന്ന ചില വിരുദ്ധരൊക്കെ കാണും. കപ്പലണ്ടിയുടെ കളറൊക്കെ ചെറുതായി മാറി വരുമ്പോൾ തന്നെ നമുക്ക് കോരി മാറ്റാം. ഇനി 4-5 വെളുത്തുള്ളി ചതച്ച് എണ്ണയിലേക്കിട്ട് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ ബനാന ചിപ്സാണ് ആഡ് ചെയ്യുന്നത്. അത് ഒഴിവാക്കുന്നവർക്ക് ഒഴിവാക്കാം. ഞാൻ പൊട്ടുകടല ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന മിക്സ്ചറിലൊക്കെ പൊട്ടുകടല കാണാറുണ്ട്. പൊട്ടുകടല താല്പര്യമുള്ളവർക്ക് അത് ആഡ് ചെയ്യാം. ചിപ്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന നീളത്തിനുള്ള സേവ ഇതുപോലെ കൈകൊണ്ട് പൊടിച്ച് ചെറുതാക്കി എടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ബാക്കി ഐറ്റംസ് കൂടെ ചേർക്കാം. കപ്പലണ്ടി, വെളുത്തുള്ളി, കറിവേപ്പില, ബൂന്തി, ചിപ്സ്. ഇനി ഇതിലേക്ക് അല്പം മുളക് പൊടി, കായപ്പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ നാടൻ മിക്സ്ചർ റെഡി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.